സാധാരണ ഒരു മനുഷ്യന്റെ ആവശ്യം എന്തിനാണ്? സാധാരണ ഒരു മനുഷ്യന്റെ ആവശ്യം എന്ന് പറയുമ്പോൾ ആഹാരം വേണം, വീട് വേണം, ഫാമിലി വേണം, കാശ് വേണം. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് എളുപ്പമുള്ള വഴിയാണ് നോക്കുന്നത്. എളുപ്പമുള്ള വഴിയാണ് സോഷ്യൽ മീഡിയ. സോ നമ്മൾ ഇതാ യൂട്യൂബ് ചാനൽ ക്യാഷിന് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. സോ ക്യാഷ് ഞാനിപ്പോ എന്തോന്ന് കണ്ടന്റ് ഇടും. എനിക്ക് ആരെയും ഇങ്ങനെ വീഡിയോ കണ്ടോണ്ടിരുന്നില്ല, അത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന ഇഷ്ടമല്ല. അതൊന്ന് റിയാക്ഷൻ ചാനല് താല്പര്യമല്ല. പിന്നെ എന്തോ ചെയ്യാൻ പറ്റും, സ്ട്രീം ചെയ്യാൻ, സംസാരിക്കാൻ പറ്റും, ഇതുപോലെ സംസാരിക്കാൻ പറ്റും ജീവിതത്തിനെ കുറിച്ച്. പിന്നെ അങ്ങനെ സംസാരം സത്യം പറഞ്ഞാൽ ആർക്കും വേണ്ട. അതാണ് എല്ലാവർക്കും എന്റർടൈൻമെന്റ്. ഫസ്റ്റത്തെ 10 സെക്കൻഡിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ എന്റെ ഷർട്ട് ഒക്കെ കാണിച്ച് നമ്മുടെ ടൊപ്പീനെയൊക്കെ പോലെ അലമ്പ് കാണിക്കും. കാരണം എന്റർടൈൻമെന്റ് ആണ് മെയിൻ ഗോള്. നിങ്ങൾ എന്റർടൈൻഡ് ആയിരിക്കണം. ആളുകൾ കാണുന്നവർക്ക് എന്റർടൈൻമെന്റ് വേണ്ടേ, കാണുന്നവരാണ് മെയിൻ. അപ്പൊ അവരെ എന്റർടൈൻഡ് ആയിരിക്കണം. അപ്പൊ അവരെ എന്റർടൈൻ ആക്കണം, പക്ഷെ എന്റെ വാല്യൂസ് കളയാൻ പാടില്ല. അങ്ങനെ എന്തോന്നും ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പ്രേക്ഷകർക്ക് എന്താണോ വേണ്ടത്. ഇപ്പൊ നീ ഒരു എക്സസൈസിന്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്, അപ്പം പ്രോപ്പർ ആയിട്ടുള്ള എന്നുള്ള ഒരു എക്സസൈസ് അവർക്ക് ഫോളോ ചെയ്യാനായിട്ടുള്ള ചാനൽ വേണം. ചിലപ്പോൾ അങ്ങനെ ചെയ്യാം. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, അതാണ് ആ മനുഷ്യർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കണം. പക്ഷെ റിയാക്ഷൻ വീഡിയോ ഹെൽപ്ഫുൾ ആണ്. അവരുടെ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യിപ്പിക്കില്ലായിരുന്നു അല്ലേ? നമ്മൾ സ്വന്തമായിട്ട് ഒരു സാധനം കാണുന്നതാ അതാ വേറൊരാളത് കാണുന്നത് നമ്മൾ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ അല്ലേ? വേറൊരാൾ കാണുന്നതല്ലേ ഇരുന്ന് കാണുന്നത്. അതിന്റെ ആവശ്യം എന്തോ, അതിന്റെ ആവശ്യമില്ല. പക്ഷെ അതിനാണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഒക്കെ ഉള്ളത് അല്ലേ? അതൊക്കെയാണ് എന്റെ പ്രശ്നങ്ങൾ. നോക്കൂ, നമ്മൾ വേറൊരാളുടെ ജീവിതം കണ്ട് നമ്മൾ ആസ്വദിക്കുകയാണ്. എന്റെ പുതിയ പാട്ടിലെ ലിറിക്സ് ആണ്, മറ്റുള്ളവരുടെ ജീവിതം കണ്ട് നീ ആസ്വദിക്കുക, ഈ നേരം എല്ലാവരും ഒരുപോലെ ഓർക്കുന്നു, അവനെ പോലെ ആകേണ്ടേ, കാശൊക്കെ നേടേണ്ടേ, ജോലിക്ക് പോകുന്നതിന്റെ സ്വപ്നങ്ങൾ മറക്കുക. കണ്ട, അവനെ പോലെ അവനും കാശൊക്കെ നേടണം. നമ്മളിപ്പോ ഒരു പാഷൻ ഉണ്ടെങ്കിൽ അതിനെ വിട്ടിട്ട് നമ്മൾ കൂടുതൽ സമയം ഫോണിൽ യൂട്യൂബിൽ വല്ലവന്മാരും ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ റിയാക്ഷൻ കാണും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ പുറത്തിറങ്ങിയപ്പോൾ ആദ്യം നമ്മൾ പോയത് എക്സ്പീരിയൻസ് ചെയ്യാനാണോ നോക്കുന്നത്? എല്ലാവരും ആദ്യമേ ഇപ്പൊ എന്തോ ചെയ്യുന്നത് റിയാക്ഷൻ ചാനലുകൾ നോക്കുന്നത്. അപ്പൊ കണ്ട, വേറൊരാളുടെ അഭിപ്രായം വെച്ചിട്ട് നമ്മളെ അഭിപ്രായം മാറ്റിയാണ്. നമുക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഇല്ല. ഇപ്പൊ ഷസാം വന്നിട്ട് പറയണം ആ സിനിമ കൊള്ളൂലെന്ന് പറഞ്ഞാൽ തീർന്ന്. കാണാൻ പോലും ചെയ്യാതെ ഓരോരുത്തന്മാര് വന്നിട്ട് പറയും ഇല്ല എടാ സിനിമ കൊള്ളൂല, റിവ്യൂ പോരാ. ഒരു കാര്യം റിവ്യൂവിന്റെ ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മളെ പൈസ അതാണ് ഞാൻ പറഞ്ഞത്. ഷസാം കൊള്ളൂലെന്ന് പറഞ്ഞാൽ തീർന്നു. ഏതെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ മറ്റേ അങ്ങേര് പേരെന്തോ അശ്വിൻ കോപ്പോ പുള്ളി കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ തീർന്നു. പിന്നെ ആരും ആ സിനിമ കാണാനേ പോകുന്നില്ല. അപ്പോ എന്താ, വേറൊരാളുടെ അഭിപ്രായം വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം പോലും ഇല്ലാത്ത അവസ്ഥ. അപ്പൊ അതാണ് അടുത്ത റിവ്യൂ ചാനൽ ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നം. നമ്മളിപ്പോൾ ഞാനൊരു സിനിമയ്ക്ക് റിവ്യൂ ആണെങ്കിൽ ഞാൻ എന്തോന്ന് ചെയ്യാന്ന് പറയുമ്പോൾ, ഇപ്പൊ ഞാനൊരു സിനിമ കണ്ടെന്ന് വെച്ചോ, ഞാൻ വന്നിട്ട് പറയും എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ട് ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്, ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല ഈ കാരണങ്ങൾ കൊണ്ടാണ് സിനിമ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ അത് കണ്ടിട്ട് കാണുന്നവരെന്താ ചെയ്യാനുള്ള, ഓക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇതാണ് കാരണങ്ങൾ, അതാണ് കാരണങ്ങൾ. പക്ഷെ അത് സ്വന്തമായിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവർക്കും അങ്ങനെയാണോ തോന്നുന്നതെന്ന് നോക്കാതെ ജസ്റ്റ് ഡയറക്റ്റ് ഓക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊരു ഇതിലല്ലേ എല്ലാവരും പോകണം. അപ്പൊ അത് ശരിയല്ല റിയാക്ഷൻ ചാനലുകൾ. പിന്നെ നമുക്ക് എന്തോന്ന് കണ്ടന്റ് ചെയ്യാം, പ്രാങ്ക് ചെയ്യാം. പ്രാങ്ക് ചെയ്യുന്നത് എന്താണ്, എന്റർടൈനിങ് ആണ് പ്രാങ്ക് വീഡിയോസ്. പക്ഷെ നമ്മുടെ ആളുകളെ ഉപദ്രവം, ആളുകളെ പോയി ഉപദ്രവം, നാട് റോഡിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നശിപ്പിക്കുകയാണ് ഓരോരുത്തന്മാരെ. അതും പറ്റൂല. ഇപ്പൊ പിന്നെ എന്തോന്നുണ്ട് ഫുഡ് ചാനലുകൾ, അത് നല്ല പരിപാടിയാണ്. ഒരുപാട് പേർക്ക് കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗമുള്ള ഒരു ചാനലാണ്. പക്ഷെ എനിക്ക് കുക്ക് ചെയ്യാറില്ല. നമ്മുടെ കൂട്ടത്തിൽ അഖിലുണ്ടാവും നല്ല കുക്ക് ചെയ്യാൻ, എന്നെ കൊണ്ടുവരില്ല. അപ്പൊ അതും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തോ ചെയ്യാൻ പറ്റും, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ലൈഫിനെ കുറിച്ചൊക്കെ സംസാരിച്ച് ആരും കാണാനും പോകണില്ല. ഓക്കെ, ലൈഫിനെ കുറിച്ച് സംസാരിക്കാം. പിന്നെ ഇപ്പൊ കൂടുതലുള്ള ചാനൽ എന്ന് പറയുന്നത് അഡ്വൈസ് തരണവന്മാരും മോട്ടിവേഷൻ തരണവന്മാരും കുറേ സെറ്റുകളുണ്ട്. അവന്മാർക്ക് ആരായിട്ടാണ് ഇപ്പൊ എലോൺ മസ്ക് വന്നിട്ട് പറയാണ് ഓക്കെ നിങ്ങളിങ്ങനെ തളരരുത്, ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ. ഇവിടെ ഒരു ഇതും ചെയ്യാതെ ഈ ആ മോട്ടിവേഷൻ മാത്രമാണ് ഉള്ള ജീവിതത്തിൽ ഉള്ളവന്മാരാണ് ഇവിടെ ഒന്നിങ്ങനെ പറയണം. വിക്കി തക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇതാണ്. അങ്ങേരെ ഓരോന്ന് പറയണത് കേൾക്കും പിള്ളേരൊക്കെ എല്ലാവരും കൂടിയിട്ട് ഊട്ടു ഇത് അങ്ങനെ പുറത്ത് അങ്ങേരൊക്കെ പറയണ എന്തേലും അങ്ങനെ ചുമ്മാ ഒന്നൊന്ന് പറയുന്നു പോ തന്നെ അണ്ണം പറഞ്ഞാ പിന്നെ അങ്ങനത്തെ ഒരു എന്താണ് ഇവിടെ നടക്കുന്നത്. മറ്റേ ലവൻ പറയുന്നത് പോലെ ഈ കേരളത്തിൽ എന്താണ് നടക്കുന്നത് അതല്ലടാ. ഇതിപ്പോ ഈ ഇടയിൽ റീല് കാണുന്ന സാധനം. പിന്നെ റീൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള്
ഇപ്പോൾ ഒരു പാട്ടുകാരൻ തന്നെ പാടുവിട്ട് പാട്ടുകാരെ എനിക്ക് എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റും. നമ്മളിപ്പോൾ പാടുവിട്ടിരുന്ന് കുറേ മാസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ ആഴ്ചകൾ ഇരുന്നിട്ടായിരിക്കും ഒരു പാട്ട് എഴുതുന്നത്. പാട്ട് എഴുതി അതിൻ്റെ മ്യൂസിക് ചെയ്ത് അതിനെ മിക്സ് ചെയ്ത് അതിന് പൈസ ഇവിടെ പൈസ എല്ലാം കൂടി ചെയ്തിട്ട് പാട്ട് ഇറക്കും. പാട്ട് ഇറക്കുമ്പോൾ ആളുകൾ എല്ലാവരും നോക്കാൻ പോകണം എന്തോന്നാണ്, എനിക്ക് റീൽ ചെയ്യാൻ, പാട്ടിന്റെ ലിറിക്സ് ഇതൊന്നുമല്ല, എനിക്ക് റീല് ചെയ്യാൻ പറ്റുമോ. എൻ്റെ ഒരു 15 സെക്കൻഡാണ് എല്ലാവർക്കും ഇപ്പം മെയിൻ. റീൽ ഇടാനായിട്ടുള്ള 15 സെക്കൻഡ് അതിന് കിട്ടുമോ, കിട്ടൂലെങ്കിൽ പാട്ട് പോയി. പാട്ടുകൾ വൈറലാവണം ഇപ്പൊ എങ്ങനെയാണ്, ഇൻസ്റ്റാഗ്രാമിലോ റീലിലോ ഷോർട്സിലോ യൂട്യൂബ് ഷോർട്സിലോ വരണം. അപ്പൊ ഇപ്പൊ പാട്ടുകാരന്മാരെല്ലാവരും ഈ സ്വന്തം ക്രിയേറ്റിവിറ്റി ആയിട്ട് ഇപ്പൊ ഞാൻ ഇതുവരെ അങ്ങനെ മാറിയിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് വ്യൂ ഇല്ലാത്ത. സ്വന്തം ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സ്വന്തം ഐഡിയാസ് വാല്യൂസ് വിട്ടിട്ട് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവരെ ലിറിക്സ് അതിനനുസരിച്ച് മാറ്റും. ലിറിക്സും സ്റ്റൈലും എന്ത് ചെയ്യും, ഈ ഒരു ഷോർട്ട് അല്ലെങ്കിൽ റീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ സിസ്റ്റത്തിനെ. കാരണം ലോകം മുഴുവൻ ഇങ്ങനെയാണ്, എല്ലാത്തിനും ഇവർക്കാണ് വ്യൂ. ഞാനിപ്പോൾ നമ്മൾ രണ്ടുപേരും എഞ്ചിനീയർമാരാണ്. ഓക്കെ, ബിടെക് പഠിച്ച് 4 വർഷം എഞ്ചിനീയറിംഗ് പഠിച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലിക്ക് കയറി. മാസ ശമ്പളം എത്ര, 25,000 30,000 മാക്സ്. പിന്നെ 2 വർഷം എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ ഒരു 50-60 ഒക്കെ കിട്ടും. ഓക്കെ, നല്ലതാണ്, സാലറി ഇല്ല എന്നൊന്നുമല്ല, ബാക്കി ജോലികളൊക്കെ അപേക്ഷിച്ച് നല്ല സാലറി ഒക്കെ ഉണ്ട്. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ഇതും ഇല്ലാതെ ഞാൻ ഈ പറഞ്ഞ അലമ്പത്തിനെ കാണിച്ച് നടക്കണവും അത് മാസ വരുമാനം എന്ന് പറയുന്നത് ലക്ഷങ്ങളാണ്. അപ്പൊ അത് ഈ പാടുപെട്ട് പഠിച്ച് ജോലിക്കൊക്കെ പോണവന്മാരെ അല്ലേ, എന്താണ് 4 വർഷം നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോൾ 2-2.5 ലക്ഷമായി. അതേസമയം ആ 4 വർഷത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ അങ്ങനെ ചെയ്തിട്ടാൽ നമുക്കിപ്പോ ഈ 4 ലക്ഷം എന്നുള്ളത് 10-12 ലക്ഷമായിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടുകയാണ്. ഇപ്പോ ഇതൊക്കെയാണ് പ്രശ്നം. ഇതാണ് യൂട്യൂബിന്റെ പ്രശ്നം. ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് എനിക്ക് എന്തോന്ന് കണ്ടന്റ് ചെയ്യണമെന്നാണ്. ട്രാവൽ ചെയ്യുന്ന കണ്ടന്റ് ഞാൻ എങ്ങനെ ഇടുമെന്നുള്ളത് ഞാൻ അത് ആലോചിച്ചു. എനിക്കിപ്പോൾ ഞാൻ ബൈക്ക് എടുത്തു, അപ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, പുറത്തോട്ടൊക്കെ ട്രാവൽ ചെയ്തിട്ട് അതിന്റെ വീഡിയോ ഇടാന്ന് വെച്ചു. പക്ഷെ അങ്ങനെ ഒരിടത്ത് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ആ വീഡിയോ എന്താ സ്ഥലം ആസ്വദിക്കണോ അതോ ഈ ഷോട്ട് നല്ലതായിരിക്കും വീഡിയോയ്ക്ക്. അപ്പോൾ നമ്മളെ മൈൻഡ് തന്നെ മാറിയില്ലേ, നമ്മൾ പോകുന്ന സ്ഥലത്തിനെ എൻജോയ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും. ഇപ്പൊ ആളുകൾ ഇപ്പോൾ ഭയങ്കര ഹിസ്റ്റോറിക് ആയിട്ടുള്ള സ്ഥലത്ത് പോകണമെന്ന് വെച്ചോ, പോയിട്ട് അവരവിടുത്തെ ആ ഹിസ്റ്ററി അല്ലെങ്കിൽ ആർക്കിയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ആർക്കിടെക്ചറായിട്ടുള്ള സ്ട്രക്ചറിനെ അല്ല നോക്കണം. അവരെന്ത് ചെയ്യുക, ആരെങ്കിലും ക്യാമറ കൊടുത്തിട്ട് ഒന്നെങ്കിൽ ഒരു സെൽഫി എടുക്കാനാണ് പോകണം. ലൈക്ക് എന്നിട്ട് പോസ്റ്റ് ചെയ്യണം, സ്റ്റാറ്റസ് ആയിട്ട് ഇടണം, സ്റ്റോറി എല്ലാവരെയും അറിയിക്കണം. ഇപ്പൊ ഒരു സിനിമ കാണാൻ പോയാൽ തന്നെ ഇപ്പൊ എല്ലാവരും ആദ്യമേ എടുത്തിടും ഫസ്റ്റ്. ഓക്കെ, ഞാൻ സിനിമ കാണാൻ പോയി, ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല, എല്ലാവരെയും അറിയിക്കണം. അപ്പൊ ഇറങ്ങുന്ന സിനിമയെല്ലാം ആദ്യമേ എല്ലാവരെയും അറിയിക്കണം. എന്തിന് അല്ല, ഇതൊക്കെയാണ് പ്രശ്നം. അപ്പൊ ഞാൻ കണ്ടന്റ് ചെയ്യാൻ വരുന്ന വിചാരിച്ചാൽ ഉള്ള എൻ്റെ മാനസിക സംഘർഷങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. കാര്യം മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ എല്ലാവരും എന്നെ പള്ളു വിളിക്കും. ഇത് വീഡിയോ പോസ്റ്റ് ചെയ്യാനും പറ്റൂല. ഈ വീഡിയോ പോസ്റ്റ് ചെയ്താൽ വിക്കി തങ്കും മറ്റേ ലവ്മാരെയൊക്കെ അർജീവ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അർജീവിന്റെ കണ്ടന്റ് ഒത്തിരി സ്റ്റാൻഡേർഡ് സാധനമാണ്. നമുക്ക് എന്റർടൈനിങ് ആണ്, പ്രോപ്പറാണ് കണ്ടന്റ്, കുഴപ്പമില്ല. അല്ലാതെ ഈ ബാക്കിയുള്ളവന്മാർ ഒരു സ്ലീപ്പിംഗ് ഏജന്റോ എന്തോ ഒരു ഏജന്റ് എന്ന് പറയുന്ന എടുത്തുണ്ട്. അവൻ ന്യൂസിലും ഇൻസ്റ്റഗ്രാമിലും വരുന്ന വീഡിയോ എടുത്തിട്ട് അവന്റെ അഭിപ്രായം പറയുന്നത്, അത് കുഴപ്പമില്ല, അവന്റെ അഭിപ്രായം പറയുന്നതാണ് കണ്ടന്റ്. പക്ഷെ അത് കേട്ടിട്ട് സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ല. ഇപ്പൊ ആർക്കും സ്വന്തമായിട്ട് അഭിപ്രായമില്ല. മറ്റേ ആ ഏജന്റ് എന്ന് പറയുന്നത് എന്തോ പേര് എന്തോ ഏജന്റ്, സീക്രട്ട് ഏജന്റ്, അത് തന്നെ സീക്രട്ട് ഏജന്റ്. അപ്പൊ പുള്ളി അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് എല്ലാരും, ഞാൻ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ആരെയും കുറ്റം പറയില്ല. കാരണം അവരൊരു ലൂപ്പ് ഹോൾ കണ്ടെത്തി അവർ വരുമാനം ഉണ്ടാക്കുന്നത്. ഇത് കാണുന്നവന്മാരാണ് കുറ്റം. ഇക്കിതൊക്കെ കുറ്റം പറയാൻ പറ്റില്ല. ഇക്കിത്തൊക്കെ എന്ത് ചെയ്തു, ഒരു ടൈപ്പ് കണ്ടന്റ് ഇട്ടു, അതിന് കാണാൻ ആളുള്ളൂ, അങ്ങനെ വീണ്ടും ഇട്ടു, പൈസ ഉണ്ടാക്കുന്നു. ബുദ്ധിയുള്ളവർ, സീക്രട്ട് ഏജൻസ്, ബുദ്ധിയുള്ളവർ, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ, ഷസാമോ, പിന്നെ അക്ഷൻ പോക്ക്, അവരെല്ലാം ബുദ്ധിയുള്ളവന്മാർ. നമ്മുടെ മറ്റേ തൊപ്പി എന്ന് പറയുന്ന പയ്യൻ, അവൻ അത്രയും അലമ്പ് കാണിച്ച് നടക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ ലൈഫിൽ അങ്ങനെയാണോ? അല്ല, അവൻ ജസ്റ്റ് അങ്ങനെ അലമ്പ് കാണിച്ചാൽ ആളുകൾ കാണും, ആളുകൾ കണ്ടാൽ പൈസ കിട്ടും. ആ ഒരു ഇത് അറിയാവുന്നത് കൊണ്ട് അവൻ അങ്ങനെ ചെയ്യുന്നു, അവൻ പൈസ ഉണ്ടാക്കുന്നു. മണ്ടന്മാരായിട്ടുള്ള ആളുകൾ, ഞാൻ കേരളത്തിലെ സമൂഹത്തിൽ മൊത്തത്തിൽ മണ്ടന്മാരെ വിളിക്കുകയാണ്. എന്നെ എല്ലാവരും കൂടി ഇട്ട് കൊല്ല. ഇത് പറയാൻ നീ ആരെന്നും പറഞ്ഞിട്ട് പോയിട്ട് ഇതൊന്നും എടുത്ത് പോസ്റ്റ് ചെയ്യില്ലേ, ഇത് ഞാൻ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതൊന്നും ഞാൻ ഇത് ചെയ്യണ്ട.
അതല്ലേ ഇത് പക്ഷെ നല്ല സാധനമായിരുന്നു അല്ലേ? എന്തെങ്കിലും കോൺഫിഡൻസ് എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ഷർട്ട് കൊടുത്തിട്ട്